മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള പഞ്ചായത്താണ് പുതുനഗരത്ത് ലീഗിനോട് സഹകരിക്കാൻ വേണ്ടിയാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി. അല്ല, സ്വാഭാവികമായിട്ട് അദ്ദേഹം CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് പറയാം. കാരണം CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ട ഒരു ചോദ്യമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന 50-ാം വാർഡിലും 51-ാം വാർഡിലും CPMന് സ്ഥാനാർത്ഥി പോലും ഇല്ല. 50-ാം വാർഡിലും 51-ാം വാർഡിലും CPMന് സ്ഥാനാർത്ഥി പോലും ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം പുതുനഗരത്തെക്കുറിച്ച് പറയുന്നത്. CPM ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അവർക്ക് പറയുന്ന സമയത്ത് അവർ എവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടെന്നുള്ള ആദ്യം വ്യക്തമാണ്. ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് അവർക്ക് ചിഹ്നത്തിൽ നിർത്താൻ പോലും ആളെ കിട്ടുന്നില്ല. അവർ ആപ്പിള്, സൈക്കിള്, ഈനാമ്പേച്ചി, മരപ്പെട്ടി ഏതൊക്കെ ചിഹ്നത്തിലാണ് നിർത്തുന്നത്? ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് 50-ാം വാർഡിലും 51-ാം വാർഡിലും സ്വതന്ത്രരായിട്ട് മത്സരിക്കാൻ പോലും CPMന് ആളുകളില്ല. 2, പുതുനഗരത്ത് 15 വാർഡിൽ 11 വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. 14 വാർഡാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നിർത്തിയതിനേക്കാൾ 2 സ്ഥാനാർത്ഥികളെ ഇത്തവണ BJP കൂടുതൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ അപ്പുറത്തുള്ള നിർത്താത്ത 4 വാർഡുകളിൽ നാമനിർദ്ദേശം ചെയ്യാൻ വരുന്ന ആളുകളെ പോലും ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക? പിന്നെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടിയാണ് BJP. കഴിഞ്ഞ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിർത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഓരോ വർഷം കൂടുന്ന സമയത്ത് നിർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ്. നിങ്ങൾ ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഞാൻ തന്നെ പറയുന്നുണ്ട്, പുതുനഗര പഞ്ചായത്ത്, നിങ്ങൾ ചോദിച്ച പുതുനഗര പഞ്ചായത്തിൽ 2020 നിർത്തിയ സ്ഥാനാർത്ഥികളെക്കാൾ 2 സ്ഥാനാർത്ഥികൾ കൂടുതലാണ് ഇത്തവണ നിർത്തിയിട്ടുള്ളത്. CPM ഇത് പറയുന്ന സമയത്ത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയ ആളുകളെ പോലും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് നിൽക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് 50-ാം വാർഡിലും 51-ാം വാർഡിലും CPMന് സ്ഥാനാർത്ഥിയില്ല. അല്ല, ഇതിനകത്ത് എന്തിനാണ് നിയമ നടപടി സ്വീകരിക്കുന്നത്? വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീട്ടിൽ പോകുന്നു, ഇതിൽ തെറ്റൊന്നുമില്ല. ഇതിനകത്ത് അവരെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ BJPയുടെ ഒരു പ്രവർത്തകരും ശ്രമിച്ചിട്ടില്ല. 2, അത്തരത്തിൽ ശ്രമിച്ച് വിജയം നേടേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല. അവിടെ അത്തരത്തിൽ ഒരു സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അക്രമം നടത്തി വിജയം നേടേണ്ട സാഹചര്യം അവിടെ ഇല്ല. ഇവിടെ കോൺഗ്രസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന MLA ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്നത്. അതിനെ ജനങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാൻ പാലക്കാടിൻ്റെ MP സാധിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനെതിരെ പോസ്റ്റർ തന്നെ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനൊന്നും മറുപടി പറയാതെ BJPയെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവസാനം വരെ BJPയുടെ പ്രവർത്തകയായിരിക്കും, എൻ്റെ പ്രസ്ഥാനമാണ് വലുത് എന്നുള്ള രീതിയിൽ അവർ വളരെ വിശദമായ മറുപടി നിങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം അവർ കൃത്യമായി പറഞ്ഞത് ഞാൻ സംഘടനയോടൊപ്പമാണ്, എൻ്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത് എന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാ മറുപടിയും ഉണ്ട്. ഇനി അതിൽ കൂടുതൽ വിശദീകരണം ഞാൻ എന്താ പറയാനായിട്ടുള്ളത്? കഴിഞ്ഞ കുറേ ദിവസമായി മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എന്നതായിരുന്നു വിഷയം. 2, അതിനുശേഷം BJPക്ക് നിരവധിയായ അസ്വസ്ഥതകളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. 3, ഇത്തരത്തിൽ പോസ്റ്ററുമായി നിങ്ങൾ ബന്ധപ്പെട്ട് പറഞ്ഞു. ഇവിടെ പാലക്കാട് ജില്ലയിൽ എത്രയെത്ര സ്ഥാനാർത്ഥികൾ ഏതൊക്കെ പാർട്ടികളുടെ മത്സരിക്കുന്നുണ്ട്, അവരുടെ ഏതൊക്കെ ജില്ലാ അധ്യക്ഷന്മാരുടെ പടം വെച്ചിട്ടുണ്ട്. CPMൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അവരുടെ ജില്ലാ സെക്രട്ടറിയുടെ പടം വെച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അവരുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ പടം വെച്ചിരിക്കുന്നത്. BJPയുടെ ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ പടവും നരേന്ദ്രമോദിയുടെ പടവുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജില്ലാ അധ്യക്ഷൻ്റെ പടം വെക്കണമെന്ന് എവിടെയും നിർബന്ധമില്ല. പിന്നെ അവിടുത്തെ 2 മുൻ കൗൺസിലർമാരുടെ പടം അദ്ദേഹം ആ പോസ്റ്ററിൽ വെച്ചിട്ടുണ്ട്. ആ വാർഡിലേക്ക് കഴിഞ്ഞ കാലയളവിലെ 45-ാം വാർഡും 42-ാം വാർഡും കൂടെ ചേർന്നതാണ് ഇപ്പോഴത്തെ 44-ാം വാർഡ്. അവിടെ 2 ഭാഗത്തെയും കൗൺസിലർമാരുടെ പടം അദ്ദേഹം വെച്ചു. അതിലെന്താണ് തെറ്റ്? നിങ്ങൾ ഇത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങളുമായി ദയവ് ചെയ്ത് ഇനിയും വരാതിരിക്കുക എന്നുള്ളതാണ് മീഡിയ വണ്ണിനോട് എനിക്ക് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്.